കോൺഗ്രസ് ജയിക്കണം, ആന്റോ ആരാണ് ജയിക്കണം. അതാണ് ആന്റി കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. അങ്ങ് കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട റോളുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മകൻ ജയിച്ചു വന്നാൽ കേന്ദ്രമന്ത്രിയാകും, ആ നാടിന് വലിയ വികസനം ഉണ്ടാകും, അങ്ങേപോലെ വലിയ വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയായി മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പോലും അത് പത്രത്തിൽ പറഞ്ഞിട്ട് പോയത്. ഇത്രയൊക്കെ കേരള സിനിമ പല സഭകളും പ്ലേ ചെയ്യുന്നത് അത് ഈ BJP സംഘടന അജണ്ടയുടെ ഭാഗമായിട്ടാണോ? വളരെ നിർഭാഗ്യരായിപ്പോയി. കാരണം കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ കേരള സ്റ്റോറി ആ കെണിയിൽ വീഴരുതേ എന്നാണ് എന്റെ അഭ്യർത്ഥന. BJPയുടെ കെണിയാണ് ആ കെണിയിൽ പറയാണ്ട് പറഞ്ഞു, ഉത്തരം പറഞ്ഞു, വിശദീകരണമില്ല, എക്സ്പ്ലനേഷൻ ഇല്ല. ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തത് ഞാൻ ഇവിടെ പറയാം. കോൺഗ്രസ് പറഞ്ഞൊരു ടൈപ്പ് ആയിട്ടാണ് സാറെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പല ആളുകളുടെ പിന്തുണ വേണമെന്ന് പറയുന്നു. പിന്തുണ പ്രഖ്യാപിച്ച് അത് വേണ്ട. ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കുട്ടി വിശേഷിച്ചിട്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് പാർട്ടിയുടെ ആധികാരിക വക്താക്കൾ. ഒരു സംസ്ഥാനത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ അധികാരം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. അവർ രണ്ടുപേരും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞാൽ അതിനപ്പുറം പറയാൻ ഞാൻ തയ്യാറാണ്. പല സ്ഥാനാർത്ഥികളും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ.